ഹലോ, യെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്നലെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ സത്യം പറയാൻ കേക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലെ ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അവർ കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ വന്നപ്പോൾ ചോദിക്കും, ബർത്ത്ഡേ ബേബി എവിടെ? ഞാൻ പറയും ബർത്ത്ഡേ ബേബി കുളിക്കാൻ പോയെന്ന്. ചേട്ടൻ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയമായിരുന്നു. ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, അവരും ആ സമയമായപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ബർത്ത്ഡേ ബേബി എവിടെയെന്ന് ചോദിച്ചിട്ട് വന്ന് അവർ ഞങ്ങൾക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നു. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് അവർ കേക്ക് വാങ്ങിച്ചിട്ട് തന്നു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങളിതൊന്നും ആഘോഷിക്കാറില്ല. പ്രായമൊക്കെ ഇത്രയൊക്കെ ആയിടത്തേക്ക് നമ്മളെന്ത് കേക്ക് മുറിച്ച് ആഘോഷിക്കാനുള്ള ആ ഒരു ചിന്താഗതി അങ്ങനെ ഞങ്ങൾ മുറിക്കാറില്ല. ഒരു വർഷം പോലും ഞങ്ങളങ്ങനെ മുറിച്ചിട്ടില്ല. പക്ഷെ അവരത് നമ്മൾക്ക് സന്തോഷമായിട്ട് കൊണ്ടുതന്നും ഞങ്ങളത് സന്തോഷമായിട്ട് സ്വീകരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി നിന്ന് അത് മുറിക്കുകയും ഹാപ്പിയായിട്ട് 4 പേരും കൂടെ നിന്ന് കഴിക്കുകയും ചെയ്തു. ഞാൻ ഇച്ചിരി കഴിച്ചിട്ട്, ഞാൻ മധുരം അങ്ങനെ കഴിക്കത്തില്ല, അത് കാരണം ഞാൻ കഴിച്ചില്ല. പിന്നെ സേമിയ ഉണ്ടാക്കിയാൽ സേമിയ ഉണ്ടാക്കി ചേട്ടനും കൊടുത്തു, അവർക്കും കൊടുത്തു. പിന്നെ വേറൊരു ഫാമിലിക്കാരുണ്ടായിരുന്നു, അവർ ഇന്നലെ അവിടെ ഇല്ലായിരുന്നു, അവർ വേറെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. കാരണം പിന്നെ അവരിന്ന് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നല്ലേ, ഇന്ന് ഞാൻ എന്നിട്ട് കൊണ്ട് കൊടുത്തു അവർക്ക്. അവർ കുടിച്ചിട്ട് പറഞ്ഞു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ ഇനിയിപ്പം മഴയൊക്കെ ഇല്ല, നാട്ടിൽ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെയാണെന്ന് അറിഞ്ഞത്. ഒത്തിരി വിഷമമുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറയും. വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യം ഒന്ന് ഓർത്ത് ആ അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം നമുക്കൊരു ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതമായി മാറും അതല്ലേ. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി നല്ല വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ടോയ്ലറ്റിൽ പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയൊക്കെ ഒന്ന് ഓർത്ത് നോക്കി, ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതൊക്കെ അല്ലേ. ദൈവമേ, മഴയില്ലാതിരുന്നപ്പോൾ എല്ലാവരും മഴയില്ലേ ചൂടാന്ന് പറഞ്ഞ്. ഇപ്പോൾ ദാ മഴ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും, ഓരോ അവസരങ്ങളല്ലേ, എന്താ ചെയ്യുക. നമുക്ക് മഴയെ പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. മഴയും പിടിച്ചു നിർത്താൻ പറ്റും, ചൂടിനെയും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇവിടാണ് ഭയങ്കര ചൂടും കാറ്റും കാര്യങ്ങളും അതും ഇതുമൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല, അപ്പുറത്തെ റൂമുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും, ടി വിയും കണ്ട് മൊബൈലും നോക്കി നാട്ടിലെയൊക്കെ വിളിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ സമയം കളയും, അറിയാമോ. പിന്നെന്തുവാ, അപ്പം ഞാൻ അതിൻ്റെ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ അതിൻ്റെ കൂടെ ഞാൻ ഇടാവേ. ചെറിയൊരു സ്മോൾ വീഡിയോ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ബർത്ത്ഡേ ടു യു, happy birthday to you. May good God bless you, may good God bless you, may good God bless you. Happy birthday to you.